ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് സേമിയ ഉപ്പുമാവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുകും പിന്നെ 1/4 ടീസ്പൂണോളം ഉലുവയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അത് പൊട്ടി വരുമ്പോഴേക്കും പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇടേണ്ടത് 2 മീഡിയം സൈസിലുള്ള സവോളയാണ് കേട്ടോ. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും ഒരു മീഡിയം തക്കാളിയും പിന്നെ നമുക്ക് ഒരു 3-4 ബീൻസ് പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഇതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതെല്ലാം കൂടി വന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് വേകാനായിട്ട് ഒന്ന് മൂടി വെക്കേണ്ട, ഒരു സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. ഇപ്പോൾ ക്യാരറ്റും ബീൻസും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടത് സേമിയ വേകാൻ ആവശ്യമുള്ള വെള്ളം, അതായത് സേമിയ ഞാൻ വറുക്കാണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അത് മതി പാകത്തിന്, നല്ലോണം വിട്ട് കിട്ടുകയും ഒക്കെ ചെയ്തോളും. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ഇട്ടിട്ട് നമുക്കൊന്നും കൂടി പാൻ വെച്ച് വെള്ളം തിളച്ച് വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് സേമിയ ചേർക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതേപോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മൂടി വയ്ക്കണം. മൂടി മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, കാരണം വെജിറ്റബിൾസൊക്കെ താഴേക്ക് പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും യോജിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്നും ഒന്നിനൊന്ന് മുട്ടാതെ, അതായത് ഒട്ടിപ്പിടിക്കാതെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് സിമ്മിലിട്ട് കഴിഞ്ഞ് പിന്നെ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇറക്കാം. എന്താ കണ്ടില്ലേ, നന്നായിട്ട് നമുക്കിത് സേമിയ ഉപ്പുമാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വഴറ്റാതെയാണ്, ഇതൊന്ന് വറുത്തെടുക്കാതെയാണ് സേമിയ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മേളിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുക.